வந்து பாராயோ வாசலை நாடி வாராயோ தரிசனம் இன்று தாராயோ തോഹയിൽ ഏകം തീരായോ. നാഗവല്ലി, നിനക്ക് ഓർമ്മയുണ്ടോ? എന്താ? ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുമ്പോ നീ ബിക്കിനിയിലാ. ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി. ഞാനങ്ങ് വല്ലാണ്ടായി പോയി. രാമനാഥ, നമുക്ക് ഭൂമിയിൽ വെച്ച ഒന്നാവാൻ പറ്റിയില്ല. ഇവിടെ നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു പരാതിയുണ്ട്. എന്താ? നീയല്ലേ ഈയിടെ കുറച്ച് എന്നോട് റൊമാൻറ്റിക് കുറവാണ്ടാ. റൊമാൻറ്റിക് കൂട്ടാൻ ഞാൻ നാഗവല്ലി അല്ലേ, അല്ലാതെ വേണു നാഗവല്ലി അല്ലല്ലോ. കോമഡി. നീ വേണു നാഗവല്ലി അല്ലെങ്കിലും ഒരു വള്ളി കേസാണ് നീ. അല്ലെങ്കിൽ ഇമ്മാതിരി ഡ്രസ് ഇട്ട് നിൽക്കൂടി നീ ഇവിടെ. അയ്യോ, ഇതോ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പദ്ധതി? 16,000 നർത്തകിമാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ഡാൻസ് മെഗാ ഷോ. അത് ചെയ്തതിന്റെ പേരിൽ ഇപ്പൊ പലരും നീറി നടക്കാണ്. അവരെ നീറ്റല് കഴിഞ്ഞാ പോരെ നിന്റെ നീറ്റല്? എന്ത് നീറിയാലും കുഴപ്പമില്ല, എനിക്കൊന്ന് വൈറലാവണം. അല്ലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 16,000 പേര് വെച്ചുള്ള നൃത്തം അത് ഇവിടെ എവിടെ ചെയ്യാനാണ്? ശവക്കോട്ട ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ. സ്പോൺസേഴ്സ് റെഡിയാണ്. അവരൊരു കോസ്റ്റ്യൂമിന് 350 രൂപ വെച്ച് നമുക്ക് തരും. അത് നമുക്കൊരു 1,500 രൂപയ്ക്ക് നമുക്ക് അവർക്ക് കൊടുക്കാം. അതിന്റെ കാര്യമൊന്നുമില്ല. നമ്മളിവിടെ മരിച്ച ഒരുപാട് ആത്മാക്കളില്ലേ, അവരെ വെള്ള സാരി കുടിപ്പിച്ചാ പോരടി. വെള്ള സാരി ഒന്നും കൊടുത്ത ഒരു കളർഫുൾ കിട്ടത്തില്ലെന്ന്. എല്ലാവരും ഇങ്ങനെ നിരന്ന് നിന്ന് ഒരു ബ്ലൂ കളർ ഡ്രസ്. എനിക്കും ബ്ലൂവാ ഇഷ്ടം. ആ ബ്ലൂ അല്ല, ഇത് ഡാർക്ക് ബ്ലൂ. ഞാൻ ബ്ലൂമ്മി. എന്തായാലും കുഴപ്പമില്ല. ഈ പരിപാടി കഴിയുമ്പോ നീ നിന്റെ ചെവി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണേ. എന്ത് കാര്യത്തിന്? കേക്കോലോ, ഒരുപാട് കേക്കോ. എന്ത് കേട്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കൊന്ന് ഫേമസ് ആവണം, ഒന്ന് വൈറലാവണം. പണ്ടില്ലേ ഞാൻ ആ തെക്കിനി പോയി നകുലനെ ഇങ്ങനെ വെട്ടി 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 കൊന്ന സമയത്ത് എന്റെ പേര് ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആ പേര് ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞിട്ടുണ്ട്. അതെനിക്കൊന്ന് മാറ്റിയെടുക്കണം. നീ ഇപ്പൊ എന്താ പറഞ്ഞു? എന്തോന്ന്? അല്ല, ആരാണ്ട് വെട്ടി മുറിക്കിയ കാര്യം പറഞ്ഞില്ലേ? പണ്ട് ഞാൻ ആ ഗംഗയുടെ ശരീരത്തെ കയറിട്ട് ആ നകുലിനെ തെക്കിനിലിട്ട് വെട്ടി. എന്റെ ദൈവമേ, ഇവളിപ്പോഴും വിശ്വസിച്ച് നടക്കണം. നീ പൊട്ടിയാണെങ്കിൽ പൊട്ടിയായിട്ട് അഭിനയിക്കണം. ഈ ലോകത്തുള്ള സകല ആൾക്കാർക്കും അറിയാലോ കഥയൊക്കെ. എടി, നീ അന്ന് വെട്ടിയതേ നകുലനെ അല്ല, ഡമ്മിയാണ്. ഡമ്മി. പിന്നെ ഒന്ന് പോടുന്നു. ഞാൻ വെട്ടിയത് നകുലനെ തന്നെയാ. കാരണം എന്താണെന്നറിയാമോ? ആ പെടയ്ക്കുന്ന നകുലൻ എന്റെ കൺമുന്നിൽ കിടക്കുന്ന ഞാൻ കണ്ടതാ. പെടയ്ക്കുന്ന അയിലാന്നൊക്കെ കേട്ടിട്ടുണ്ട്, പെടയ്ക്കണ നകുലനാ ഞാൻ കണ്ടതാ. ഈ കണ്ടത് നകുലിനെ തന്നെയാണ്. പക്ഷെ നീ നകുലിനെ വെട്ടാൻ വേണ്ടി പോണ സമയത്തെ നിന്റെ കയ്യിൽ ഒരു വാള് തന്നു. ആ സമയത്ത് ഒരു തീപ്പന്തം വന്ന, നിന്റെ കണ്ണിലേക്ക് ഒരു ഭസ്മം വന്ന. അങ്ങനെ ആ കണ്ണി പൊടി വീണ സമയത്ത് സണ്ണി വന്നു ഒരു ചക്രം കറക്കി. ആ ചക്രം കറങ്ങിയപ്പോ നകുലൻ താഴും ഡമ്മി മേളിലും വന്നു. ആ ഡമ്മിയാണ് നീ വെട്ടി 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 നുറുക്കിയത്. ഞാൻ ഇങ്ങനെ ആഞ്ഞു വെട്ടുന്ന സമയത്ത് ഞാൻ കണ്ടതാ ചോര മാംസമൊക്കെ ഇങ്ങനെ തെറിക്കുന്നത്. എങ്ങനെ തെറിക്കാതിരിക്കും? 2.5 കിലോ ബീഫായിരുന്നു ആ പ്ലാസ്റ്റോ പാരിസ് ഡമ്മിയിലുണ്ടായിരുന്നു. അറിയാവാ, ഇങ്ങനെ വെട്ടിയപ്പോ ചോരയും ബീഫൊക്കെ വന്നോണ്ടിരിക്കുന്നു. നിനക്കൊരു കാര്യമോ? നിന്റെ ഈ കലാപരിപാടി കഴിഞ്ഞപ്പോ അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് നീ വെട്ടി നുറുക്കിയ ബീഫായിരുന്നു കറിയായിട്ട് കൊടുത്തറിയാവോ? ഞാൻ വിശ്വസിക്കത്തില്ല. രാമനാഥൻ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു. അപ്പൊ നിനക്ക് വിശ്വാസമില്ല? നീ ആ തളികെടുത്തേ. തളികെടുക്ക്, ഞാൻ പറഞ്ഞുതരാം. കണ്ടോട്ടാ. ഓം കുക്കുടു കുടു 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 ബടായ് വാസു സ്വാഹ. ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് എന്നെ പറ്റിച്ചതാ, അവരെല്ലാരും പറ്റിച്ചതാ. സണ്ണി, യു ചീറ്റ്. നിങ്ങളല്ല, സണ്ണി ചീറ്റ്, ഗംഗ ചീറ്റ്, ആ പേരറിയാൻ വയ്യാത്ത മന്ത്രവാദി ചീറ്റ്, അങ്ങാര് ചീറ്റ്, ആ നകുലൻ ചീറ്റ്. എന്നെ കൂടെ പറയിപ്പിക്കരുത് കേട്ടോ. എന്തൊരു പന്ന പരിപാടി അവര് കാണിച്ചത്. ഞാൻ അവർക്ക് കൊടുത്ത വാക്ക് പാലിച്ച് ദേഹത്തൂന്ന് പോവെന്ന് പറഞ്ഞു. ഞാൻ പോയി. മനുഷ്യരൊക്കെ എന്തൊരു ആൾക്കാരായത്. അല്ലെങ്കിൽ മനുഷ്യന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂലടി. ഗംഗ പോട്ടെ, മന്ത്രവാദിയും പോട്ടെ, നകുലനും പോട്ടെ, ആ സണ്ണി അവൻ വിവരവും വിദ്യാഭ്യാസം ഉള്ളവനല്ലേ. എന്റെ അടുത്ത് അവൻ ഇങ്ങനത്തെ പരിപാടി കാണിക്കാൻ പോലും. എനിക്കറിയത്തില്ലായിരുന്നു. എല്ലാവരോടും എന്നെ പറ്റിച്ചതാ. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആ ഡാൻസ് ക്ലാസ്സിൽ ചെന്നപ്പോ ഇവളുമാരൊക്കെ മാറി നിന്ന് പറയുവാ, ഡമ്മിയെ വെട്ടിയ ചമ്മിയ നാഗവല്ലി. എനിക്കറിയത്തില്ലായിരുന്നു. ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതെ, ഈ വള്ളം തുഴഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എടി, നിനക്ക് ഈ നകുലന്റെ ഉറക്കത്തിന്റെ ആഴം അളക്കാൻ അറിയാം. ആരും കാണാതെ പോയിട്ട് ക്ലോക്ക് പൊട്ടിക്കാൻ അറിയാം. സാരി തുമ്പിന് തീ കൊടുക്കാൻ അറിയാം. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നിന്റെ മുമ്പിൽ കിടന്നത് ഡമ്മി എന്നറിയാൻ പറ്റില്ല നിനക്ക്? ഡമ്മി തിരിച്ചറിയാം. എനിക്ക് പ്രതികാരം ചെയ്യണം. നിനക്ക് അങ്ങനെ പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ആ ഗംഗയുടെ മേത്ത് ഒന്നുകൂടെ പോയി കേറ്. അവളിപ്പോ ഇവിടെ ഇല്ലെന്ന്. അവള് ദുബായി പോയെന്ന്. എനിക്കാണ് പാസ്പോർട്ടും ഇല്ല.
വിടമാട്ടെ, ഞാൻ വിടമാട്ടെ, ഞാൻ ഒരുത്തരെയും വിടമാട്ടെ. നീ ഇപ്പോഴും മാട്ടയം പറഞ്ഞ് നടക്കാണ്. നീ എന്നാണ് നീ പ്രൊഫഷണലാണ്? മാട്ടയല്ലെന്ന്, എനിക്ക് പ്രതികാരം ചെയ്യണം. എടീ, നിനക്ക് അങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റൂല. നീ ഇപ്പോഴും തെക്കിനി കിടക്കല്ല. നിനക്ക് ഭൂമിയിൽ നിന്ന് മോക്ഷം കിട്ടിയപ്പോ പരലോകത്ത് കിടക്കാണ്. അതുകൊണ്ട് നിനക്ക് ശക്തിയുമില്ല. അപ്പൊ എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റില്ല. വേണ്ട, എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഇവിടെ പറന്നെത്തും. ഞാൻ അവനെ വിളിച്ചോളാം. ഏത് മന്ത്രച്ചാരടും പൊട്ടിച്ചെറിഞ്ഞ് ഏത് ശത്രുവിനെ സംഹരിക്കുന്ന ഒരുത്തൻ ഇവിടെ വരും. കാഞ്ചന! കണ്ടാ? കാഞ്ചന വരുന്നു. പട്ടി ഊരിയിടുന്ന കണ്ട? കാഞ്ചന വരുന്ന പട്ടി ഊരിയിടുന്നത്? പട്ടി ഊരിയിടുന്നതല്ല, പട്ടി ഓരിയിടുന്നത്. கொண்டவானில் உயிர் காக்க தன்னுயிரை விட்டவளே, குலப்பெண்ணாய் பிறந்து எங்கள் குலதெய்வமானவளே. கண்ணழகி, கலையான பெண்ணழகி, கடல் வீசும் காட்டழகி, இமையாலும் செண்பகமே, அரை கொட்ட பொட்டழகி, அலங்கார பொட்டழகி, அனையான பேரழகி, உலகாலும் செண்பகமே, இருந்தாலும் இருக்கின்றாய் மண்ணோடு விண்ணோடு நெஞ்சோடு அன்போடு தம்பரம்பா தடம்பரம்பா தம்பரம்பா. കാഞ്ചന ഒരു സൈഡ് ആമ്പിളെ, ഇന്നൊന്ന് പെമ്പിളെ. ഇത് ആരാന്നാ പറഞ്ഞത്? ഇത് കാഞ്ചന. ഇത് കാഞ്ചനല്ല, ഇത് ഏതാണ്ട് കഞ്ചാവാണ് അവൻ. കണ്ണ് രാസാത്തി, അഴക് മുത്ത്. അയ്യോ അടടടടടടാ, ഏണ്ടി മൂഞ്ചി ഇപ്പടി ഇരിക്കേ. നകുലം പറ്റിച്ച്, അതാണ് മൂഞ്ചി ഇങ്ങനെ. ഇത് രാമനാഥൻ, പെരിയ ഡാൻസർ. ഓ, എന്നെ മേലെ പെരിയ ഡാൻസറാ നീ? എന്താണ് വല്ല വിശ്വാസക്കുറവുണ്ടാ? ഉണ്ട്. ഞാനും ഇവളും കൂടി കളിച്ച ഡാൻസ് ഒക്കെ വേൾഡ് വൈഡിൽ ഇങ്ങനെ ഇപ്പോഴും എവർഗ്രീൻ ഹിറ്റ് ആയിട്ടിരിക്കണം. അറിയാവാ? ഓടാ പൊയ്സല്ലാതെ. ഒരു മുളയും രണ്ട് ടാർപ്പായും. ഒരു മുളയും രണ്ട് ടാർപ്പായവാ. ഒരു മുறை വന്ന് പാർത്തായ. അതെ, ഞാൻ എന്റെ ഡാൻസ് ക്ലാസിന്റെ പേര് പറഞ്ഞു. ഒരു മുളയും രണ്ട് ടാർപ്പായും കൊണ്ടാണ് ഞാൻ ആ തോം തോം ഡാൻസ് ക്ലാസ് നടത്തുന്നത്. അറിയാവോ? നിന്റെ ഡാൻസ് പാത്ത് എൻ വാഴ്ക്കയെ കെട്ടുപോച്ച്. മാറിയടി, എന്നാണ് നോക്കത്. എന്തുവാ? അത് വരുന്ന വണ്ടി എവിടെയാണ്? ആ വണ്ടി നോക്കിക്ക് പോയിട്ട്. എന്തുവാന്ന്? അവന്റെ വാഴക്ക കെട്ട് പോയെന്ന് പറഞ്ഞു. കടവുളേ, കട ഉണ്ടല്ലേ? എനിക്കും കടയുള്ളൂ. കൊടുക്കടി. എന്തോന്ന്? അടയും കപ്പി. എതുക്കടി എതുക്കടി എടുക്കടി, എടുക്കടി, എടുക്ക്. തമിഴ് അറിയത്തില്ല, മിണ്ടരുത് കേട്ടോ. അതെ, പുള്ളിക്കാരന് തമിഴ് വലിയ വിഷയമില്ല, മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അത് പരവായില്ല. അത് പറവല്ല, ഞങ്ങൾ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന മയിലാണ്. അതെന്തെങ്കിലും മയിലായിക്കൊണ്ട് പോട്ട്. മലയാളം അറിയാം, മലയാളം അറിയാം, എനിക്ക് മലയാളം തെരിയും. ഇപ്പൊ മനസ്സിലായോ? ശരി കണ്ണേ, ഉങ്ക പ്രശ്നം എന്നടി? ഏമാത്തിട്ടണ്ണാ, ഏമാത്തിട്ട്. അതെ, പത്തനംതിട്ട ഇലവന്തിട്ട എനിക്കറിയാം. ഈ ഏമാത്തിട്ട എവിടെയാണത്? നീ മലയാളത്തിൽ പറഞ്ഞാ മതി, മലയാളത്തിൽ പറ. കുറച്ച് നാൾ മുമ്പ് ഞാൻ ആ ഗംഗയെന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ ദേഹത്ത് കയറി തെക്കിനി പോയില്ലേ? അവിടെ ഞാൻ ഒരു നഗലിനെ വെട്ടിക്കൊന്നില്ലേ? ഇപ്പൊ നാട്ടുകാർ പറയുക ഞാൻ കൊന്നത് ഡമ്മിയാണെന്ന്. നമ്മുടെ കുടുംബത്തിന്റെ മോദി അതിനെ എങ്ങനെ നോക്കും? ഇത് കൊള്ളാട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഭൂമിനെ താരാട്ട് പാട്ട് പാടി കൊടുക്കണ വ്യക്തിനെ കാണുന്നത്. ഈ താരാട്ട് പാടുന്നല്ല, മാസ്റ്റർ പീസ് സാധനം അത്. സംഭവം ഈ പാട്ടിന് റൈറ്റ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ പാടണം. ഉനക്കിപ്പോ എന്നടി വേണോ? എനിക്ക് നകുലിനെ കൊല്ലണോ? കണ്ടിപ്പാ കണ്ടിപ്പാ ഞാൻ പിടിച്ചു കൊടുക്കരടി. കണ്ടിപ്പാ കൊണ്ടുവരുവേ. കണ്ടിച്ചോണ്ട് വരുമ്പോ ഒരു വലിയ പീസ് കൊണ്ടുവരും എനിക്ക്. അതെ, രണ്ടുപേരും ഇങ്ങനെ കണ്ടിച്ച് ഞാനിടുക. അത് ക്രിസ്മസ് കേക്ക് അല്ല, രണ്ടും കൂടെ ചേരും കേട്ടോ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, രണ്ടും കൂടെ ചേരും. ഡേ, അവനോട് അഡ്രസ് ചൊല്ലടി. നകുലൻ, മാടമ്പള്ളി തറവാട്, തെക്കിനി പിയോ, ആലപ്പുഴ. டேய் நகுலா, நான் வந்துட்டேன்டா. காஞ்சனா பகதி ஆம்பளை, இன்னொரு பாதி பொம்புளை. காஞ்சனா അവൻ ഏതാണ്ട് കൊല വെട്ടാൻ വേണ്ടി പോണ പോലെ അറിയാൻ പറഞ്ഞു. എന്താ കാണിക്കാൻ വേണ്ടി പോകണം? അവൻ എന്തോ കാര്യത്തിന് നിങ്ങൾ അവനെ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ മിണ്ടാതിരുന്നോണം കേട്ടോ. സംഭവമൊക്കെ ഓക്കെ, നിനക്ക് വേണ്ടിട്ടാണ് അവൻ പോണൊക്കെ ഓക്കെ. പക്ഷെ അവൻ എന്തിനാണ് വന്നപ്പോ എന്റെ തോളി തട്ടത്? അയ്യോ, അവൻ എന്റെ തമിഴിലെ ബെസ്റ്റിയാ. അപ്പൊ ഞാനാരാ? നിങ്ങൾ കേരളത്തിലെ ബെസ്റ്റി. അപ്പൊ അവൻ തമിഴിലെ ബെസ്റ്റി, ഞാൻ കേരളത്തിലെ ബെസ്റ്റി. ഇനി ബോംബെന്ന് ഏതെങ്കിലും ബെസ്റ്റ് വരും? എനിക്ക് തെലുങ്കിലും കന്നഡയിലും ബോംബെയിലും ഒക്കെ ബെസ്റ്റി ഉണ്ട്. അപ്പൊ ഈ നാഗവല്ലി അല്ല, നരകവല്ലി. നഗരവല്ലി. അതായത് കണ്ട നഗരത്തൊക്കെ പോയിട്ട് ബെസ്റ്റ് ഉണ്ടാക്കണം. നീ നഗരവല്ലിയാണ്, നഗരവല്ലി. മിണ്ടരുത്, എന്റെ അടുത്ത് മിണ്ടരുത്, പോ. നാഗു പിണങ്ങി പോയാ? നാക്ക് പിണഞ്ഞിരിക്കും തോന്നുന്നു. നാക്ക് പിണഞ്ഞിരിക്കുന്നല്ല, നാഗു പിണങ്ങി പോയതാണെന്ന്. കണക്കുവാ. ഇവളെ പിണക്കണത് ശരിയല്ല. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തുവാ? നാഗവല്ലി പിണങ്ങിയിരിക്കുന്ന മുഖം കാണാൻ കൊള്ളൂല.
പിണങ്ങിയിരുന്നു അതാ നല്ലത്. പിണങ്ങിയിരിക്കുന്നതാണ് നല്ലത്. നീ നിന്റെ കാഞ്ചന വെട്ടിട്ട് വരുവാടി അവനെ. അവനിപ്പോ വെട്ടി തുണ്ടം തുണ്ടം ആക്കിയിട്ട് തിരിച്ചു വരും. എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ നകുലിനെ വെട്ടിവിട്ടാണ് നീ കാഞ്ചന വിളിച്ചു കൊടുത്തത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്നോട് പറഞ്ഞിരുന്നു കണ്ടല്ല, ഞാൻ പോയി വെട്ടി തുണ്ടാക്കി വന്നിരുന്നല്ല. അയ്യ പിന്നെ മാർക്കോ സിനിമയ്ക്കകത്ത് വയലൻസ് സീൻ കണ്ടിട്ട് ഇരുന്നിടത്തുനിന്ന് ഇരുന്ന് നിങ്ങൾ ഉരുകിയ മനുഷ്യനെ ഇപ്പൊ അയാളെ വെട്ടാൻ വേണ്ടി പോകുന്നത്. അയ്യോ 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 എന്ത്? എന്നെ ഒന്ന് എവിടെയെങ്കിലും പിടിച്ചിരുത്ത്. വഴിയ വഴി. എന്ത് പറ്റിയ ഒന്നും പറയണ്ട നാഗവല്ലി, നീ തന്ന അഡ്രസ് പ്രകാരം മാടമ്പള്ളി തറവാട്ടിൽ ഞാൻ പോയി. ഈ പറഞ്ഞ നകുലനോ ഗംഗയോ ആരും അവിടെ ഇല്ല. ഹൈവേരെ പണിക്ക് വന്ന ബംഗാളിക്ക് വാടകയ്ക്ക് കൊടുത്തേക്ക്. ഞാൻ അവിടെ കയറി ചെന്ന് മാസ് കാണിച്ച് വാതിൽ അങ്ങോട്ട് ചവിട്ടി തുറന്നതും 10-200 ബംഗാളികൾ നീ എന്നാ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കിയ കട്ടിലില്ലേ, അത് 4 വെട്ടിക്കീറി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചോദിച്ചാ ഒരാൾ പെട്ടെന്നൊക്കെ ചെന്ന് കയറുമ്പോ ചപ്പാത്തി എടുക്കാൻ അവരെ കാണൂലല്ലോ. ഇവിടെ നടന്ന ആൾക്കാരൊക്കെ എന്തിനു ചോദിക്കാൻ പാടില്ലായിരുന്ന? ചവിട്ടി തുറന്നതും പിറകെ ആ കഥവിന്റെ പിറകെ യുവമാരുണ്ടാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിന്റെ കറി ഇങ്ങ് മറിഞ്ഞു വീണ്. ഞങ്ങളോ ദേശീയ ഭക്ഷണം തട്ടിമറിച്ചോടാന്നും കേട്ട് ചപ്പാത്തിക്കല്ലിന് ഒരൊറ്റ അടി. അപ്പൊ തന്നെ നിങ്ങൾ കാഞ്ചരിയാന്ന് പറഞ്ഞുകൂടായിരുന്നോ? കഞ്ചാവ് അടിച്ചിരിക്കണവന്മാർക്ക് എന്തോന്ന് കാണിച്ചേ കാണിച്ചേ. ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് അവന്മാരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പാതി ആമ്പിളേന്നോ പെമ്പിളേന്നോ വ്യത്യാസവും ഇല്ല, ഒറ്റ നെറുപ്പിന് അങ്ങ് ഇടിച്ചു. അവസാനം ആൾക്ക് 5 ഇഞ്ച് ചപ്പാത്തി വെച്ച് ചുട്ടുകൊടുത്ത് കിഴങ്ങേറിയും വെച്ച് കൊടുത്തതിന് ശേഷം ഹെഡ്സെറ്റ് പാട്ടും വെച്ച് കൊടുത്തിട്ടാ ഞാൻ വന്നത്. ഇറങ്ങി വരുമ്പോ ഉണ്ടല്ലോ നിന്നെ മറ്റേ നകുലം തേച്ച ചക്കറോ ഇല്ലേ, അതവിടെ കിടക്കുന്നു. ഭാഗ്യത്തിനവന്മാരെ കണ്ണി കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ കമ്പി കയറ്റി എന്നെ തന്തൂരി ആയിട്ട് കളക്കിയത്. എന്റെ പൊന്ന് നാഗവല്ലി, കാഞ്ചനയുടെ വേണമായിരുന്നടി നിന്റെ ഈ വഞ്ചന. അപ്പൊ എന്റെ ഒരു പ്രതികാരം സത്യം പറയണം, നിനക്ക് നകുലന്റെ അടുത്താണ് എന്റെ അടുത്താണ് പകുതി ആമ്പിള് പകുതി പൊമ്പിള്.